ഹായ് അസ്സലാം വലൈക്കും. ഇതാ കറി വെക്കാനായിട്ട് നമുക്കിതാ ബത്തൽ മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതാ നമ്മൾ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്, അരിയൊക്കെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ കറി വെക്കാൻ കേട്ടോ. മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു സവാള കേട്ടോ, ചെറിയൊരു സവാളയാണേ. ഇത് ചെറിയ 2 തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉലുവട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം എണ്ണയിൽ നല്ലോണം മൂത്ത് വരണേ. പിന്നെ ഇതിലോട്ട് ഇതാ ഒരു പച്ചമുളക് നടുക്ക് കീറിയത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയൊരു സവാളയാണേ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ സവാള കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് വെന്ത് വരണേ. അതിൻ്റെ ഇടയിൽ ഒരാളിതാ കറിക്കുള്ള തക്കാളിയൊക്കെ മുറിച്ച് വെച്ചൊക്കെ തിന്നുകയാണ് കേട്ടോ. പിന്നെ ഇതാ സവാളയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. അതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുളകും പൊടിയും കൂടെ കേട്ടോ. ഞാൻ ഇതിലോട്ട് പിന്നെ കുരുമുളക് പൊടി, ഉലുവപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇത്രയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലോണം ഇളക്കിയിട്ട് ഞാൻ സിമ്മിലിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടോ. അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരും. ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. തക്കാളിയൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഇതാ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്നോണം തിളച്ച് വന്നപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ കുക്കറിൽ അപ്പോഴത്തെ ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്.